സന്ധ്യാസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ബ്രെഡ് കൊണ്ട് ഗുലാബ് ജാമാണ്. ഇത് വളരെ വേഗത്തിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു പാക്കറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ആ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം. ഞാനെല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം മിക്സിയുടെ ബൗളിലോട്ടിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. വേണ്ട ഈ രീതിയിലൊന്ന് പൊടിച്ചെടുക്കുക. അത് ഞാനൊരു പാത്രത്തിലോട്ട് തട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് പാല്, ഇളം ചൂടുള്ള പാല് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പാല് കൂടിപ്പോകരുത്. 2 ടേബിൾ സ്പൂണ് ആവശ്യം വരത്തുള്ളൂ ഈ ഒരു പാക്കറ്റ് ബ്രെഡിന്. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് കൈകൊണ്ട് നമ്മൾ പുട്ടിനൊക്കെ കുഴയ്ക്കുന്നത് പോലെ ഒന്ന് എല്ലായിടവും ഒന്ന് സ്പ്രെഡ് ചെയ്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഇങ്ങനെ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇവിടെ ഞാനത് ശരിയായി കിട്ടിയിട്ടുണ്ട്. ഈ രീതിയിൽ നമ്മൾ ഇനി ചെറിയ ബോൾസായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക. ഞാൻ ചെറിയ ബോൾസായിട്ടെല്ലാം പ്രസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വയ്ക്കുക. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചാൽ മതി. എന്നിട്ട് അത് ഓരോ ബോളും ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. ഒരു ബ്രൗൺ കളർ വരുന്നത് വരെ തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ട് കൊടുക്കുക. ഇതാണ്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ഇങ്ങോട്ട് കോരിയെടുക്കുകയാണ്. ഇനി അടുത്ത സെറ്റ് ബോൾസും ഇതുപോലെ ഇട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുക. അടുത്ത സെറ്റ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഗുലാബ് ജാമിനുള്ള ബോൾസ് എല്ലാം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ബ്രെഡ് ബോൾസ് എല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഒരു പാൻ അടുപ്പിൽ വയ്ക്കുക. നമുക്കിതിൻ്റെ പഞ്ചസാര പാനിയിലാണല്ലോ നമ്മുടെ ഗുലാബ് ജാം കിടക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പഞ്ചസാര ഞാൻ ഈ ചൂടായ പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 2 കപ്പ് വെള്ളം അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് 2 ഏലക്ക ഇങ്ങനെ പൊട്ടിച്ച് ഒന്നിട്ട് കൊടുക്കുക. ഒരു മണത്തിന് വേണ്ടിയിട്ടാണ്, നല്ലൊരു ഫ്ലേവർ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ നന്നായിട്ട് നമ്മുടെ പഞ്ചസാര പാനി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഒന്ന് സിമ്മിലിട്ട് കൊടുക്കുക ഫ്ലെയിം. ഒത്തിരി അങ്ങ് ഒട്ടിപ്പിടിക്കേണ്ട ആ ഒരു പരുവമൊന്നും വേണ്ട. കുറച്ച് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയാൽ മതി. അപ്പോൾ നമ്മുടെ പഞ്ചസാര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ആ ബ്രെഡ് ബോൾസ് ഇട്ട് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ആ പഞ്ചസാരയൊക്കെ നമ്മുടെ ബ്രെഡ് ബോൾസിൽ നന്നായിട്ട് പിടിക്കണം. അപ്പോൾ അത് മൂടി വയ്ക്കണം. ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുക. അപ്പോൾ 5 മിനിറ്റിന് ശേഷം ഞാനിത് എടുത്ത് നോക്കുമ്പോൾ ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ബ്രെഡ് ബോൾസിലെല്ലാം നല്ല പഞ്ചസാരയൊക്കെ പിടിച്ച് നമ്മുടെ ഗുലാബ് ജാമ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. വളരെ ഈസിയാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷനൂടെ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.
ടേക്ക് കെയർ, ബൈ.